ഇതിനു മുൻപ് നമുക്ക് പ്രധാനമന്ത്രിയുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ നോക്കാം. റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ അഭിമാനത്തെയും മഹത്വത്തിന്റെയും പ്രതീകമാണ് റിപ്പബ്ലിക് ദിനം. പൗരന്മാരിൽ പുതിയ ഊർജവും ആവേശവും നിറയ്ക്കട്ടെ, വികസിത ഇന്ത്യയ്ക്കായുള്ള ദൃഢനിശ്ചയം കൂടുതൽ ശക്തമാക്കട്ടെ എന്നും പ്രധാനമന്ത്രി ആശംസിച്ചു. ശരത് ലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശരത്ത്, പ്രധാനമന്ത്രി മോദിയുടെ റിപ്പബ്ലിക് ദിന സന്ദേശം വന്നു. കർത്തവ്യപഥിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നത്? മോർണിംഗ് സുരശ്മി, കർത്തവ്യപഥിൽ 10:30 മണിയോടുകൂടി തന്നെ പരേഡ് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ 10,000-ത്തോളം പേരാണ് പ്രത്യേക ക്ഷണിതാക്കളായി വിവിധ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്നുമുള്ള അതിഥികൾ എത്തിയിരിക്കുന്നത്. അവരെ ഇപ്പോൾ കൃത്യപഥത്തിന്റെ മുഴുവൻ ഇരുവശങ്ങളിലുമായിട്ടും ഈ അതിഥികൾ പരേഡ് വീക്ഷിക്കാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുഖ്യാതിഥിയും 10:30 മണിയോടുകൂടി തന്നെ, അതായത് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റും കമ്മീഷനും അധ്യക്ഷയും പിന്നെ അതേപോലെ തന്നെ കമ്മീഷനും ഇന്ന് കർത്തവ്യപഥത്തിൽ എത്തുന്നത് 10:20 എത്തുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഏതായാലും കർത്തവ്യപഥത്തിൽ സേനാംഗങ്ങളൊക്കെ അണിനിരന്നു കഴിഞ്ഞു. ഏത് നിമിഷവും ഇത് സംബന്ധിച്ച ട്രയലും കാര്യങ്ങളും ഒക്കെ രീതികളിലാണ് കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്തിന്റെ 3 പ്രധാനപ്പെട്ട കര വ്യോമ നാവിക സേനാംഗങ്ങളുടെ പരേഡ് തന്നെയാണ് ഈ 77ാം റിപ്പബ്ലിക് ദിന പരേഡിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിവിധ ദൃശ്യങ്ങളും ഈ പരേഡിൽ ഔദ്യോഗികപരമായിട്ട് തന്നെ പ്ലോട്ടുകളായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പ്ലോട്ടുകളും ഈ തവണ കേരളത്തിന്റെ പ്ലോട്ട് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നു എന്നത് സന്തോഷകരമാണ്. അതേ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചൊഴുന്ന S-400, അതേപോലെ തന്നെ പുതിയ സൂര്യാസ്ത്ര തുടങ്ങിയ സർഫേസ് ടു സർഫേസ് മിസൈൽ 300 കിലോമീറ്റർ പരിധിയുള്ള സർഫേസ് ടു ഭൂതല മിസൈൽ ലോഞ്ചറും ഈ തവണ റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുന്നുണ്ട്. ഏതായാലും 10,000-ത്തോളം സേനാംഗങ്ങളാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ അണിനിരക്കുക എന്നത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഈ തവണത്തെ ഏറ്റവും പ്രത്യേക ഭൈരവ് ഇൻഫൻട്രി, അതായത് ഭൈരവ് ബ്രിഗേഡ് പുതിയ ഒരു സായുധ സംഘത്തിന്റെ ആർമിയുടെ കീഴിലുള്ള പുതിയൊരു വിഭാഗത്തിന്റെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡും കൂടി ഇന്ന് നടക്കും. ഏതായാലും സേതുലക്ഷ്മി, രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം അമേരിക്കയും ഈ തവണ ആശംസകളുമായി എത്തിയിട്ടുണ്ട്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ US ഇന്ത്യ ബന്ധം ഇരു രാജ്യങ്ങൾക്കും യഥാർത്ഥ ഫലങ്ങൾ നൽകുന്നു, എല്ലാവിധ ആശംസകളും ഇന്ന് അമേരിക്കയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നിട്ടുണ്ട്. എന്നാൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ കർത്തവ്യപഥത്തിലെ പരേഡുകൾ നടക്കുമ്പോൾ, റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 77ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ നമുക്കിനി സംസ്ഥാനത്തെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് പോവുകയാണ്. ശരത്ത് പറഞ്ഞതുപോലെ രാജ്യത്ത് വിപുലമായ ഒരുക്കങ്ങളാണ്. 10:30 കർത്തവ്യപഥിൽ ഈ പരേഡും കാര്യങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യും. നോക്കൂ പ്രിയപ്പെട്ട